ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ കാത്തിരുന്ന ഒരുപാട് കാലമായിട്ട് നമ്മൾ അധ്വാനിച്ചിരുന്ന കഴിഞ്ഞ +2 എക്സാമിന് മുൻപായിട്ട് +1 പഠിക്കുമ്പോൾ തൊട്ട് അന്ന് മുതൽ CUT എക്സാമിന് പ്രിപ്പറേഷൻ തുടങ്ങിയ ആൾക്കാർ മുതൽ അവസാന നിമിഷം വരെ പ്രിപ്പറേഷൻ തുടങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ആൾക്കാരെയും കൂട്ടി നോക്കുമ്പോൾ ഇത്തവണത്തെ കഴിഞ്ഞ വർഷം CUT എഴുതിയ ഏകദേശം 13 ലക്ഷം ആൾക്കാരാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ 10 ലക്ഷത്തോളം ആ ഒരു പേര് അപ്ലൈ ചെയ്ത എക്സാമിന് എഴുതിയിട്ടുണ്ടായിരുന്നു. 13 ലക്ഷം പേര് അപ്ലൈ ചെയ്തിട്ട് 10 ലക്ഷത്തോളം പേര് പരീക്ഷ എഴുതി. ഇത് 2025 വെച്ച് നോക്കുമ്പോൾ 2026 ഏകദേശം 16 ലക്ഷത്തോളം കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരേ സമയം 3 ലക്ഷത്തിൻ്റെ വർധനവ് വന്നു. ഈ 3 ലക്ഷം കുട്ടികൾ വർദ്ധിച്ച സമയത്ത് തന്നെ പരീക്ഷ എഴുതിയ ആൾക്കാരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 12 ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുള്ളത് ഇന്ന് ഈ പറയുന്ന ജൂൺ 23-ാം തീയതി ഇന്ന് റിസൾട്ട് ഔട്ടായിട്ടുള്ള വേറെ ഏതുമല്ല, നമ്മുടെ CUT എക്സാമിന് നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്ന എക്സാമിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്, അതിൻ്റെ സ്കോർ കാർഡാണ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സ്കോർ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സ്കോർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് പ്രവേശനം കിട്ടാൻ ചാൻസ് ഉള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര കട്ട് ഓഫ് മാർക്കാണ് ഓരോ യൂണിവേഴ്സിറ്റിക്കും വരുന്നത്, അതനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ കിട്ടും, ഏതൊക്കെ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നൊരു ഐഡിയ നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കണം. പക്ഷേ നിങ്ങൾ ടെൻഷൻ ആവേണ്ട, പേടിക്കൊന്നും വേണ്ട. ഇതിൽ കംപ്ലീറ്റ് അസിസ്റ്റൻസ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി എഡ്യൂബോർഡിൻ്റെ CUT ടീം റെഡിയാണ്. അതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ CUTൻ്റെ സ്കോർ കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് NTAയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നുള്ള ഇന്ന് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ 23-ാം തീയതി ജൂൺ 2026 എന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന എന്ത് ചെയ്തിട്ടുണ്ട്, അനൗൺസ്മെൻറ്റും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സ്കോർ കാർഡാണ്. ആ സ്കോർ കാർഡ് വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് ഏതൊക്കെ റേഞ്ചിലാണ് വരുന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സ് പഠിക്കാൻ പറ്റും എന്ന കംപ്ലീറ്റ് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. എഡ്യൂബോർഡിൻ്റെ CUT ടീം റെഡിയാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് തൊട്ട് താഴെ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, സ്ക്രീനിൽ തൊട്ട് താഴെ കാണുന്ന നമ്പറും അവിടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കാണുന്ന നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്യാം. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പേരും നിങ്ങളുടെ CUTയുടെ ഈ പറഞ്ഞ നമ്പറുകളും അതുപോലെ റിസൾട്ടിൻ്റെ ഒരു കോപ്പിയും നിങ്ങൾ അയച്ചു കൊടുത്താൽ മാത്രം മതി. ബാക്കി എല്ലാ അസിസ്റ്റൻസുമായിട്ട് നമ്മുടെ ടീം നിങ്ങളുടെ കൂടെ ആയിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ കൊണ്ട് ചെയ്യാനുള്ളതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതിൽ യാതൊരുവിധ ടെൻഷനും വേണ്ട. ഇപ്പോൾ റിസൾട്ട് കിട്ടിയ സമയത്ത് സാറേ എനിക്ക് ഭയങ്കര മാർക്ക് കുറവാണ്, ഞാൻ പ്രതീക്ഷ അത്രയൊന്നുമില്ല, ഞാൻ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്ത് വെറുതെ ആയി പോലെ എന്നൊരു തോന്നലും വേണ്ട. കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ള എന്താണ്, നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ റാങ്കുകൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എവിടെയൊക്കെ പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കുകയാണ് വേണ്ടത്. അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് അത് കൃത്യമായിട്ട് എവിടെയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്, വേറൊന്നുമല്ല, ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്ത് നിങ്ങളുടെ പഠനം ഒന്നും അവസാനിക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് ആണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും നല്ല സ്റ്റെപ്പുകൾ ഏറ്റവും നല്ല സ്റ്റെപ്പുകൾ കയറാൻ വേണ്ടിയില്ല, ആദ്യത്തെ നല്ല സ്റ്റെപ്പുകളാണ് നിങ്ങൾ വെച്ചിട്ടുള്ളതെന്ന് മാത്രം മനസ്സിലാക്കുക. നല്ല ഉയരത്തിലേക്കായിട്ട് വലിയ ഉയരത്തിലേക്കും വലിയ ജീവിത ലക്ഷ്യങ്ങളിലേക്കും നടക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടിയായിട്ട് മാത്രം ഇതിനെ കാണുക. ഏറ്റവും പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡ്യൂബോർഡിൻ്റെ CUT ചാനൽ ഫോളോ ചെയ്യാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എഡ്യൂബോർഡ്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.